പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ അസ്വസ്ഥത തുടരുമ്പോൾ ഒരു നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾക്കായി ഇറാഖിന്റെ പടിഞ്ഞാറൻ മരുഭൂമിയിൽ ഇസ്രയേൽ അതീവ രഹസ്യമായി 2 സൈനിക താവളങ്ങൾ പ്രവർത്തിപ്പിച്ചിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അൽ-നുഖൈബ് നഗരത്തിന് സമീപമുള്ള ഈ താവളത്തിന്റെ രഹസ്യം പുറംലോകം അറിയാതിരിക്കാൻ ഒരു ഇറാഖി ആട്ടിടയനെയും സൈനികനെയും ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അൽ-നുഖൈബിന് സമീപം അബദ്ധത്തിൽ ഇസ്രയേലിന്റെ രഹസ്യ താവളത്തിന് മുന്നിൽ ചെന്നുപെട്ട 29 വയസ്സുകാരനായ ഒരു ഇറാഖി ആട്ടിടയനാണ് ഇസ്രയേലിന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. ഇയാൾ താവളം കണ്ട വിവരം ഇറാഖി അധികൃതരെ അറിയിച്ചതിന് പിന്നാലെ ഇസ്രയേൽ സൈന്യം ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുടർന്ന് ഇതേക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ ഇറാഖി സൈനിക സംഘത്തിന് നേരെയും ഇസ്രയേൽ വെടിയുതിർത്തതായാണ് വിവരം. ഇതിലാണ് ഒരു ഇറാഖി സൈനികൻ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. നിലവിലെ US-ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന് മുൻപ് തന്നെ ഇസ്രയേൽ ഈ താവളം നിർമ്മിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനെതിരെ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിലും ഇസ്രയേൽ ഇതേ താവളം ഉപയോഗിച്ചിരുന്നതായി പ്രാദേശിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇറാൻ ആക്രമണത്തിന് പോകുന്ന യുദ്ധവിമാനങ്ങൾക്ക് വ്യോമ പിന്തുണ നൽകുക, ഇന്ധനം നിറയ്ക്കുക, അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുക എന്നിവയായിരുന്നുവത്രേ ഈ താവളത്തിന്റെ പ്രധാന ചുമതലകൾ. ഇസ്രയേൽ വ്യോമസേനയ്ക്ക് ലോജിസ്റ്റിക് പിന്തുണ നൽകാനും പ്രത്യേക കമാൻഡോകളെ വിന്യസിക്കാനും ഈ വർഷത്തെ യുദ്ധത്തിന് തൊട്ടു മുൻപ് നിർമ്മിച്ച രണ്ടാമതൊരു താവളത്തെക്കുറിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ പുറത്തുവന്ന രണ്ടാമത്തെ താവളം. ഈ വിവാദ റിപ്പോർട്ടിനോട് ഇറാഖ് സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ റിപ്പോർട്ട് പുറത്തുവരുന്നതിന് തൊട്ടു മുൻപ് ഇറാഖിന്റെ മണ്ണ് മറ്റ് അയൽ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള താവളമാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഇറാഖ് സായുധ സേന കമാൻഡർ ഇൻ ചീഫിന്റെ വക്താവ് സഹാബ് അൽ നുമാൻ വ്യക്തമാക്കിയിരുന്നു. പരോക്ഷമായി ഇസ്രയേലിനെയും അമേരിക്കയ്ക്കുമുള്ള മുന്നറിയിപ്പായാണ് ഈ പ്രസ്താവനയെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇറാനെതിരെ നിർണായക സൈനിക നീക്കത്തിന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഒരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി നടത്തിയ അതീവ രഹസ്യമായ ടെലിഫോൺ സംഭാഷണത്തിൽ ഇത് സംബന്ധിച്ച സൂചനയുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ നെതന്യാഹു തന്റെ അടുത്ത മന്ത്രിമാരുമായി ഒരു രഹസ്യ സുരക്ഷാ യോഗം നടത്തി. ഈ സംഭാഷണം 2 പ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഒന്ന്, ഇറാനെതിരെ യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യത. രണ്ടാമതായി, ട്രംപ് അടുത്തിടെ ചൈന സന്ദർശിച്ചു. ആ യാത്രയെക്കുറിച്ച് അദ്ദേഹം നെതന്യാഹുവിന് വിശദീകരിച്ചിരുന്നു. പ്രസിഡന്റ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഒരു കടുത്ത സന്ദേശം പോസ്റ്റും ചെയ്തു. ഇറാന് വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ എന്നും വേഗത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. യുദ്ധം തടയുന്നതിനായി ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരം വാർത്തകളും പുറത്തുവരുന്നത് എന്നത് ലോകത്തെ വീണ്ടും ആശങ്കയിലാക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയാണ്. ഇതിനിടെ ഇറാന് വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. സമാധാന കരാറിനായി ഇറാൻ ഇത്രയും വേഗം തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായും തകർത്തു കളയുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയ 20ലധികം യുദ്ധചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകിയത് എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.